ഉടുപ്പിയിൽ നിന്ന് നമ്മൾ നേരെ മുരുടേശ്വര ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെയിലൊക്കെ ഉണ്ട്, കണ്ടില്ലേ? വെയിലത്ത് കുട പിടിച്ചാണ് നടന്നത്. ഇത് അമ്പലത്തിൻ്റെ മുൻഭാഗത്തെ ഒരു കെട്ടിടമാണ്. ഏകദേശം 20 നിലയോളം പൊക്കമുണ്ട് ഈ കെട്ടിടത്തിന്. അമ്പലത്തിൽ നമ്മൾ ചെന്ന സമയത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, ആൾക്കാരൊക്കെ കണ്ടില്ലേ? ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 3 സൈഡിലും കടലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതതിൻ്റെ ഒരു പുറകുവശത്തെ വ്യൂ ആണ്. അവിടെ നമുക്ക് ശിവൻ്റെ വിഗ്രഹവും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഇത് അപ്പുറത്തെ സൈഡാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ദൂരെ ആ മലനിരകളും ഈ മരങ്ങളും പിന്നെ ഈ കടലിൻ്റെ ആ ഒരു കളറൊക്കെ കണ്ടില്ലേ? സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുഞ്ഞു കുഞ്ഞു ബോട്ടുകളും വിശാലമായിട്ട് നമുക്ക് കുറേ ദൂരം വരെയുള്ള വിഷ്വൽസ് കാണാൻ പറ്റും. ഏകദേശം 20 നില പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഇതിന് അപ്പുറത്തെ സൈഡിലെ വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ, സ്പീഡ് ബോട്ട്, അല്ലാത്ത ബോട്ട്, പിന്നെ കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് അമ്പലത്തിൻ്റെ മറ്റേ ഓപ്പോസിറ്റ് സൈഡാണ്. നമ്മൾ വരുന്ന വഴിയൊക്കെയാണ്. അവിടെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. ദൂരെ ദൂരെ ഒരുപാട് പൊക്കമുള്ള മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളവിടെ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. ബാക്ക്ഗ്രൗണ്ടിൽ അതൊക്കെ കണ്ടോ എന്നുള്ളതാണ് ഈ കാണിക്കുന്നത് ഞാൻ. പിന്നെ നമ്മൾ ആ വിഗ്രഹം ഇരിക്കുന്നിടത്തോട്ട് പോകാനായിട്ട് പോയി. അപ്പം നല്ല പൊക്കമുള്ള സ്ഥലത്താണ് അതിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പ് കയറാനും കയറ്റം കയറാനും ഒക്കെ ഉണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അതിൻ്റെ എന്തൊക്കെയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഈ ചുട്ട് പൊള്ളുന്ന വെയിലത്ത് അതൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. പിന്നെ നമ്മൾ അതിനകത്ത് ടിക്കറ്റ് എടുത്തിട്ടൊരു ഗുഹ പോലുള്ള സാധനത്തിൽ കയറിയായിരുന്നു കാണാൻ. അവിടെ ഇങ്ങനെ കുറേ വിഷ്വൽസൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഇറങ്ങിയിട്ട് നമ്മൾ ഈ ബോട്ടിൽ കയറി. ബോട്ട് ഇത് പേടിക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് വലം വെച്ച് വരിക ചെയ്ത് അതിന് ചുറ്റും. നമുക്കപ്പം കടലിൻ്റെ അകത്ത് നിന്നുള്ള വിഷ്വൽസ് കാണാൻ പറ്റും. അകത്ത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വെള്ളത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ അമ്പലം കാണാം എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ സ്പീഡ് ബോട്ടിൽ കയറി, അത് പറയാനില്ലല്ലോ. നന്നായിട്ട് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. നന്നായി കൂകി വിളിക്കുകയും ചെയ്തു. ഇത്രയും ആൾക്കാരൊക്കെ സ്പീഡ് ബോട്ടിലുണ്ടായിരുന്നു. ഇത് പേടിക്കാനൊന്നുമില്ല, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നീട് നമുക്ക് അവിടെ നിന്നുള്ള കുറച്ച് വിഷ്വൽസ് കൂടെ ആഡ് ചെയ്തു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ദിവസം. പിന്നെ നമ്മൾ അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ പോവുകയാണ് ചെയ്തത്.